ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷയം ആം, ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഈ 5 കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു 25 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 22 വയസ്സ് മുതൽ 10, 55, 60 വയസ്സ് വരെ അല്ലെങ്കിൽ 65, 70 വയസ്സ് വരെ ഒരാൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിത വിജയത്തിന്. ആദ്യം നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം വേണം. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഗോൾ സെറ്റിങ്സ് എന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം വേണം. ജീവിതത്തിൽ എവിടെ എത്തണം, എന്തിനെക്കുറിച്ചായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എങ്ങോട്ട് പോകണം, എവിടെ എത്തണം, ഏത് തരത്തിലായിരിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പലിൻ്റെ എക്സാമ്പിൾ. ഒരു കപ്പൽ എന്ന് പറയുന്ന എക്സാമ്പിൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കപ്പലിൻ്റെ കപ്പിത്താനെ പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ തന്നെയാണ് കപ്പിത്താൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലക്ഷ്യ സ്ഥാനത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ, ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും മിഡ് ടൈം ഗോൾസും ഒക്കെ നമ്മൾ വേർതിരിക്കാറുണ്ട്. ഒരു 25 വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ 22, 25, ഒരു 27, 30-നകത്തൊക്കെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ലക്ഷ്യം കരിയറിൽ ശ്രദ്ധ കൊടുക്കുക എന്നായിരിക്കും. പക്ഷെ ഒരു 45 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏത് പ്രായത്തിലാണേലും നമുക്ക് എന്തുണ്ടാവണം? പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ആദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അതിന് ഏത് വയസ്സുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതുണ്ടാകണം. രണ്ടാമത്തത് വിജയത്തിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം. ഇന്നലെയും എന്നെ 1-2 ആൾക്കാർ പേഴ്സണലി വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ബട്ട് മന്ത്ലി ഒരു വലിയ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു പോകുന്നുണ്ട്. ഹസ്ബൻഡ് ജോലി ചെയ്യുന്നതിനാൽ വൈഫ് ജോലി ചെയ്യുന്നുണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെ വരുമാനം വരുന്നുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ ചിലവാക്കുന്നു എന്നതിലാണ് വിജയിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പറയുന്നത് മനസ്സിലാവുന്നത് വിശ്വസിക്കുന്നു. എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ അതെങ്ങനെ ചിലവാക്കുന്നു എന്നതിലാണ് വിജയിക്കുന്നത്. ചില അമ്മമാരെ കാണുമ്പോൾ അവർ പണത്തിൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ബട്ട് മണി മാനേജ്മെൻറ്റ് നിങ്ങൾ അമ്മയൊക്കെ ഒന്ന് നോക്കിയാൽ മതിയാവും. ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അമ്മയിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. മണി മാനേജ്മെൻറ്റ് 50 രൂപ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ 50 രൂപ കറക്റ്റായിട്ട് പല സ്ഥലങ്ങളിൽ ഡിവൈഡ് ചെയ്ത് എന്താണ് വേണ്ടത് അതെല്ലാം 50 രൂപയ്ക്കകത്ത് സൂപ്പറാക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു പ്രോപ്പർ അച്ചടക്കമില്ല എങ്കിൽ ഈ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായപരിധിയിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഈ സാമ്പത്തിക കാര്യത്തിലാണ്. ദൈവമേ, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രായോഗികമായിട്ടുള്ള വശം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. നിക്ഷേപങ്ങൾ, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും വൈകിട്ടില്ല, പ്ലീസ്. എവിടെയെങ്കിലും ചുമ്മാ കൊണ്ടും കിട്ടുകയല്ല, അത് പ്രോപ്പറായിട്ട് പഠിക്കണം. എവിടെ ഞാൻ സേവിങ്സ് ഇടണം, എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, പഠിക്കണം. നമ്മൾ എന്തായാലും ജോലിയിൽ നിന്ന് വിരമിക്കും. ആ വിരമിക്കുന്ന സമയത്ത് നമുക്കൊരു നിശ്ചിത എമൗണ്ട് സാമ്പത്തികം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ ആ ഒരു
റിട്ടൈൻമെന്റ് പ്ലാൻ ഉണ്ട്, അത് നമ്മൾ തയ്യാറാക്കണം. അത് അനിവാര്യമാണ്. വയസ്സാം കാലത്ത് അധ്വാനിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മളെ സഹായിക്കുമെന്ന് ഒരു പ്രതീക്ഷയും വെക്കണ്ട. ഇപ്പോൾ എന്തെങ്കിലും സമ്പാദിച്ച് കുറേശ്ശെ കുറേശ്ശെ മാറ്റിയിട്ടാൽ, എന്താണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ പഴഞ്ചൊല്ല് എന്താണ്? സമ്പത്ത് വെച്ചാൽ ആപത്ത് ആപത്ത് കാലത്ത് സമ്പത്ത് കാലത്ത് ആപത്തില്ല. സമ്പത്ത് കാലത്ത് ദൈവത്തെ വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്തില്ല. ആപത്തില്ല. സമ്പത്ത് കാലത്ത് കാപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. അപ്പൊ ഈ പൂർവീകര് ചുമ്മാ അല്ല പറഞ്ഞു പോയെ, നിങ്ങളെ കണ്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ അത് ഇപ്പോഴേ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പണി പാളും. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യമില്ലാത്ത വിജയം പൂർണ്ണമല്ല. എന്തുകൊണ്ട്? 30 കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്ന ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ കരിയറിനെയും സന്തോഷത്തെയും ബാധിക്കുന്നുണ്ട്. എടുത്തു പറയാൻ നമുക്ക് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം പോയി എല്ലാം പോയി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസവും അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും? വ്യായാമം ചെയ്യണം. കൃത്യമായിട്ട് ഉറക്കം നോക്കണം, പോഷകാഹാരം കഴിക്കണം, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. എന്തിനു വേണ്ടിയിട്ട്? ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ വെൽബീയിങ്ങിനും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്തിനെ കുറിച്ചാ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞത് നമ്മളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടാമത് സംസാരിച്ചതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ആരോഗ്യത്തെക്കുറിച്ചാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായിട്ടുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകം മാറുന്നതോടൊപ്പം നമ്മൾ മാറണം. നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. ഇപ്പം മിക്ക ആൾക്കാരുടെ കയ്യിലുള്ളതാണ് ഇൻസ്റ്റഗ്രാം. എത്ര പേര് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്? മിക്ക ആൾക്കാരും. ബട്ട് ഇപ്പോഴും ഇൻസ്റ്റഗ്രാം എന്താണെന്ന് അറിഞ്ഞുകൊടുത്ത ആൾക്കാരുണ്ട്. ഏയ് ഇപ്പൊ എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബട്ട് എയെ കുറിച്ച് ഇപ്പോഴും അറിഞ്ഞുകൊടുത്ത എത്ര ആൾക്കാരുണ്ട്? 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞതാ. സോ അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള പഠനം വളരെ അത്യാവശ്യമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറണം, അത് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴയ അറിവുകൾ കൊണ്ട് പുതിയ ലോകത്ത് വിജയിക്കാനായിട്ട് കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ആ അറിവ് പുതുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒട്ടും മടി കാണിക്കരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എപ്പോഴും ഒരു ഇൻതൂസിയാസം, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവണം, താല്പര്യമൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ വായനാശീലം അത് ഒരിക്കലും മുടക്കരുത്. വായിക്കണം. ദിവസം ഒരു പേജെങ്കിലും വായിക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയാറുണ്ട്. ഈ 2 കാര്യങ്ങൾക്കും തടസ്സം ഒരിക്കലും വെക്കരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ബുക്ക് വായിക്കാനും. ബുക്ക് വായിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. ഏത് ബുക്കാണ് വായിക്കേണ്ടത്? സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കണം, സെൽഫ് ഡെവലപ്മെന്റ് ബുക്സ് വായിക്കണം. ഫ്രിക്ഷനും മനോരമയും കളിക്കുടിക്കയും ബാലരമയൊക്കെ വായിച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ല. 15 രൂപ 20 രൂപ ആ ബുക്ക് വാങ്ങുന്ന ആൾക്ക് കൊടുക്കാൻ നല്ലത് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ ഹോബീസിലൊരു കാര്യം, ബാലരമ വായിക്കേണ്ട എൻ്റെ മെന്റൽ വെൽബീയിങ് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് വായിച്ചോളൂ, പ്രശ്നമില്ല. ബട്ട് അവിടെ നിന്നൊരു ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. 4ാമത്തെ കാര്യം തുടർച്ചയായിട്ടുള്ള ലേണിംഗ്. 5ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നത്, ഹെൽത്തി റിലേഷൻഷിപ്സ്. വിജയത്തിന്റെ അവസാന അളവുകോൽ നമ്മളുടെ കൂടെയുള്ള മനുഷ്യരാണ്. ആക്ച്വലി നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണ് നമ്മുടെ വിജയത്തിന്റെ അവസാന അളവുകോൾ എന്ന് പറയുന്നത്. കരിയർ വൈസ് നമ്മൾ ഓടുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ
കുടുംബത്തെയും സുഹൃത്തുക്കളെയും മറന്നു പോകരുത്. നിങ്ങൾക്ക് വിജയിക്കണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും മറക്കരുത്. നമുക്ക് മാനസികമായിട്ടുള്ളൊരു നല്ല സപ്പോർട്ട് തരാനായിട്ട് നല്ല സുഹൃത്ത് വലയമുണ്ടത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇത് കണക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ആ വീഡിയോയിലൂടെയാണ്. ഏത് തരം സുഹൃത്ത് വേണം, സുഹൃത്തുക്കൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഒരാളെ കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ല സുഹൃത്തുക്കൾ പറക്കാനായിട്ട് ചിറക് വെച്ച് തരും. അവര് ഉയരത്തിൽ പറക്കാനായിട്ട് ഇവർ ചിറക് വെച്ച് തരും. ഇനി അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾ തന്നെ എന്ത് ചെയ്യും, ആ ചിറക് വെട്ടിക്കളയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പം നോക്കി തിരഞ്ഞെടുക്കുക എങ്ങനെയാണ്, എന്താണെന്ന്. ഒപ്പം മറ്റുള്ളവരോട് എന്ത് ചെയ്യണം, കരുണയോടുകൂടി ബഹുമാനത്തോടു കൂടി പെരുമാറണം. മറ്റുള്ള ആൾക്കാർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറല്ല. കാരണം ആർക്ക് സമയമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. നല്ല സുഹൃത്ത് വലയം സൃഷ്ടിക്കുക, തുടർച്ചയായിട്ടുള്ള പഠനം വളരെ അത്യാവശ്യമാണ് വിജയത്തിന്, ആരോഗ്യ സംരക്ഷണം വിജയത്തിന് വളരെ അത്യാവശ്യമാണ്, സാമ്പത്തിക അച്ചടക്കം വിജയത്തിന് വളരെ അത്യാവശ്യമാണ്, കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ലക്ഷ്യബോധം നമുക്ക് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും ഓർക്കുക, വിജയം എന്ന് പറയുന്നത് മറ്റൊരാളുമായിട്ടുള്ള താരതമ്യം ചെയ്യപ്പെടാണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അവരുടേതായ പ്ലസ് പോയിന്റ്സും ഉണ്ട്. ഇവിടെ ആരുമായിട്ടാണ് ഫൈറ്റ് എന്ന് ചോദിച്ചാൽ ഞാനുമായിട്ടുള്ള ഫൈറ്റാണ്. ഞാനുമായിട്ടുള്ള യുദ്ധമാണ്. ഇന്നലെ എന്തായിരുന്നു ഞാൻ, ആ ഇന്നലത്തേക്കാൾ മികച്ച ഒരാളായി മാറുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇന്നലത്തേക്കാളും വളരെ മോശമായിട്ടാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ 5 പോയിന്റ്സ് നിങ്ങൾ ജീവിതത്തിൽ ഭാഗമാക്കി കഴിഞ്ഞാൽ ഏത് വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ 5 കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തോളൂ, കുറച്ചും കൂടി ഊന്നൽ നൽകിക്കോളൂ. ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നു മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ എന്നെ കാണുന്നില്ല, നിങ്ങൾ കേൾക്കുന്നതാണ്. അത് കേട്ട് വലത് ചെവിയുടെ കേട്ട് ഇടത് ചെവിയുടെ കളയാതെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഓരോ ദിവസവും അല്പമെങ്കിലും മാറാനായിട്ട് തയ്യാറാവും. ഓക്കെ, നിങ്ങൾ നന്നാവുമ്പോൾ, നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും സന്തോഷവും കിട്ടും, ഒപ്പം അവർക്കൊരു സഹായവും ആവും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൂടെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.